നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സോളോ ആർട്ടിസ്റ്റ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോഗാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലുള്ള ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഞാനിവിടെ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞു. ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പം നെറ്റ് കഫേയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഞാനിങ്ങനെ ഇറങ്ങി നടന്ന് പോവുകയാണ്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുത്തത്. നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഫസ്റ്റ് വീഡിയോസ് ആയതുകൊണ്ടും ഫസ്റ്റ് ബ്ലോഗ് ആയതുകൊണ്ടും എനിക്ക് കറക്റ്റായിട്ട് അത് എടുക്കാൻ അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പോകെ പോകെ ശരിയാക്കാം. ഞാനിവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും ഹോം സ്റ്റേസും റിസോർട്ടൊക്കെയാണ്. അതായത് റോഡിൻ്റെ രണ്ട് വശത്തും റിസോർട്ട്, ഹോം സ്റ്റേ, പിന്നെ കാശ്മീരികളുടെ കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സൗണ്ടിൻ്റെ ഇതുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും സൗണ്ടുണ്ട് വണ്ടീൻ്റെ. അതാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ തന്നെയാണ്. ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും പിന്നെ ജീപ്പ് സവാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്കിംഗ് ഓഫീസ്, അങ്ങനെ. ഞാൻ അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം എത്തിയിരുന്നു കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വരുന്ന വഴിക്ക് വണ്ടികൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഈ വഴിയാണ് നടന്നു പോവാറ്. ഇനി നടന്ന് കുറച്ച് ആ വളവ് തിരിഞ്ഞ് താഴെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ജംഗ്ഷനുണ്ട്. അമ്പാടി ജംഗ്ഷൻ എന്നാണ് പേര്. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരാറുണ്ട് അവിടെ. പിന്നെ ഇതിവിടെ ഉള്ളൊരു ഹോട്ടലാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ എന്താ, വീണ്ടും കാശ്മീരികളുടെ കടകളാണ്. പിന്നെ ഒരു ബുക്കിംഗ് ഓഫീസ്, ജീപ്പ് സവാരിയുടെ ഉണ്ട്. പിന്നെ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ മാലകളും കാര്യങ്ങളും തുണിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു തേപ്പ് കടയുണ്ട്. നമുക്കറിയാവുന്നൊരു ചേട്ടൻ്റെ കടയാണ്. ആ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ചേട്ടനെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചത്. പിന്നെ ചേട്ടന് അതൊരു ബുദ്ധിമുട്ടായാലും. ഇത് പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഹോം സ്റ്റേകളാണ്. അവിടെ ഒരു പാറക്കല്ലുകൾ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇരുത്തുണ്ടില്ലേ. ഞാൻ കുറേ ആയിട്ട് എപ്പോഴും അതുവഴി പോകുമ്പോൾ നോക്കാറുണ്ട്. ഒരു കല്ലിൻ്റെ മുകളിൽ വേറൊരു കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലത്തെ ഡിസൈനാണ്. പാറ തന്നെയാണെന്ന് തോന്നുന്നു. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. പിന്നെ വീണ്ടും കാശ്മീരികളുടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും ഫുട്പാത്തിൽ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ജംഗ്ഷനുണ്ട്. ജംഗ്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വണ്ടികൾ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോൾ അവിടെ ഒരു ട്രാവലർ തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നടന്ന് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോവാണ്. ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവിടെ ഉള്ളൊരു വലിയ റിസോർട്ടാണ്. ആ റിസോർട്ട് കാണാൻ അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. നല്ല രസമാണ്. പിന്നെ ഇവിടെ റോഡിൻ്റെ രണ്ട് വശവും, ഇത് ഞാൻ വരുന്നത് ഒരു ഷോർട്ട് കട്ട് കയറിയിട്ടാണ് ഞാൻ വരിക കേട്ടോ. അതായത് മെയിൻ റോഡിൽ കൂടെ അല്ല വരിക. അതുകൊണ്ടാണ് അധികം വണ്ടികളൊന്നും വരാത്തത്. ഇവിടുന്ന് നേരെ ടൗണിലേക്ക്, അതായത് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാനായിട്ട് ഒത്തിരി ദൂരമില്ല. അല്ലെങ്കിൽ മെയിനായിട്ടുള്ള വഴി കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് കറങ്ങി പോകണം. അപ്പോൾ അത്രയും ദൂരം നടക്കണ്ടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വഴിക്കാണ് വരാറ്. നമ്മളിങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്നതാണ് ഇതെല്ലാം. അപ്പം ഞാൻ എല്ലാവരെയും കാണിക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെയാണ് ഇതെടുത്തത്. ഇതിങ്ങനെ ഒരു ഹോം സ്റ്റേ ആണ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. പക്ഷേ ആ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് എടുത്തത്. ഞാൻ വീണ്ടും കുറച്ച് ദൂരം കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് അപ്പുറത്ത് കാണുന്നത്. ഇവിടെ കുറച്ച് ഫോറിനേഴ്സൊക്കെ നിൽപ്പുണ്ട്. അവർ തിരിച്ച് പോവുകയാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാൻ നോക്കാം. പിന്നെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന്. സാധാരണ നല്ല മഞ്ഞ തണുപ്പൊക്കെയാണ്. ഇന്ന് വെയിലുണ്ട്. വെയിലുണ്ടെങ്കിൽ കൂടിയും നല്ല തണുപ്പാണ്. പിന്നെ ഞാൻ കോട്ടൊക്കെ ഇട്ടാണ് നടന്ന് വന്നത്.
വെയിലത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ് ചൂട് വരിക, അല്ലാത്ത സമയത്തൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ കുറച്ച് കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. കുറേ കാപ്പിയൊക്കെ നിൽപ്പുണ്ട്, കാപ്പിത്തോട്ടം പോലെയാണ്, നല്ല രസമാണ്. അവിടെ ഒരു ടവറുണ്ട്, കുറച്ച് ദൂരം പോകുമ്പോൾ കാണാം. ഞാനതൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അവിടുന്ന് കുറച്ചും കൂടെ നടന്ന് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ടവർ കാണുന്നത്. അതാ നേരെ കാണുന്നതാണ് ആ ടവർ. നല്ല രസമാണ്. അന്ന് ഇവിടെ ഞാൻ വന്ന സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു, ഇതുവഴി നടന്നു വരുന്ന സമയത്ത്. സാധാരണ മിക്കപ്പോഴും മഞ്ഞ് ഉണ്ടാകാറുണ്ട്, അന്ന് നല്ല രസമായിരുന്നു കാണാൻ. അതായത് ചുറ്റും മഞ്ഞ് കാരണം ഇങ്ങനെ മഞ്ഞത്ത് ആ ടവർ നിൽക്കുന്നതാണ് നല്ല രസമായിരുന്നു. ഞാൻ അതാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഇങ്ങനെ അധികം ബഹളം വണ്ടിയൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ പകല് കുറച്ച് ലേറ്റായിട്ടുള്ള സമയത്താണ് ഇറങ്ങിയത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഹോം സ്റ്റേയും വീടും ഒക്കെയുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ പോയി ആ വളവ് തിരിഞ്ഞാൽ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഷോർട്ട് കട്ട് കയറി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. മെയിൻ റോഡിൽ കൂടെ വരുമ്പോൾ ഇങ്ങനെയല്ല കാണുക, അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് ആ കാപ്പിത്തോട്ടത്തിനകത്തേക്ക് കയറാനുള്ള വഴിയുള്ളത്. പിന്നെ ഇവിടെ ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ഹോം സ്റ്റേ ഉണ്ട്. നടന്നു വരുന്ന കാണുവാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. ഞാനങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡ് എത്തിയിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. കാരണം ആ സമയത്ത് ഫോൺ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് പോയി ഈ ബസ് സ്റ്റാൻഡൊക്കെ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴുള്ളതാണ് ഈ കാഴ്ചകളൊക്കെ കേട്ടോ. അവിടുന്ന് ഞാൻ നടന്ന് നേരെ സ്റ്റാൻഡിനകത്തേക്ക് കയറുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കാം. കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, പിന്നെ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തിരിച്ച് ഞാനിങ്ങോട്ടേക്ക് പോരാൻ വേണ്ടിയാണ്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കി കുറച്ച് ഇത് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് പറയണം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കതേപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതേ ബസ്സൊക്കെ വന്ന് കിടപ്പുണ്ട്, ഓരോരോ സ്ഥലത്തേക്ക് പോകാനുള്ളതും പോയി വന്നതാണ്. തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓട്ടോയിലാണ്, കാരണം എനിക്ക് പെട്ടെന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഓട്ടോയിലാണ് വന്നത്. അതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും തിരിച്ച് വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് തിരിച്ച് വരുന്ന വഴിക്ക്. അതെന്തായാലും നടന്നില്ല. ഇനി ഒരു തവണ പോകുമ്പോഴത്തേക്കും അതുകൂടി കാണിക്കാം. എന്തായാലും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വന്ന വഴിക്ക് കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതും. ആദ്യം കാണിച്ചിരുന്നു. റോഡിൻ്റെ രണ്ട് സൈഡാണ്, അപ്പോൾ ഒരു വശം മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. നടന്ന് പോവുകയാണെങ്കിലും ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇതാണ് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.